അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കിട്ടോ. എന്നിട്ട് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോ കൂട്ടക്കാർക്കും കുടുംബക്കാർക്കും ചങ്ങായിമാർക്കും ചങ്ങാഴ്ചയാക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പം ചായക്കൊക്കെ വെള്ളം വെച്ചിക്കണ്. പിന്നെ കടി ഉണ്ടാക്കണ ഇപ്പം ഇന്ന് ഓട്ടടയാണ് കേട്ടോ. അരിയൊക്കെ കേകി കടല വെള്ളത്തിലിട്ടീനി. അപ്പോൾ അതും കേകി നമുക്ക് കുക്കറിലിടണം. പിന്നെ അരി അരക്കണം, ഒക്കെ പണിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കടല നല്ലോണം കേകിക്കാണ്ട് നമുക്ക് കുക്കറിലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം തേങ്ങയൊന്നും അരക്കണില്ല അപ്പം ഇന്ന് അങ്ങനെ വെക്കണത്. അപ്പോൾ നമുക്ക് കടല കുക്കർക്ക് ഇട്ടു. ഇനി നമുക്ക് മുളകും പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പും പെരുംജീരകവും പിന്നെ തക്കാളി ഒക്കെ ഇട്ട് കൊടുക്കട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ചായൻ്റെ പാത്രം ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ നോക്കിക്കൊണ്ടിട്ടോ. എന്താണെന്ന് വെച്ചാൽ മക്കളെ, ചായക്ക് വെള്ളം വെച്ചിക്കാണ്ട് വൈകുന്നേരം ആകുമ്പോണ്ടല്ലോ ചായക്ക് വെള്ളം വെച്ചിക്കാണ്ട് ഞാനത് മറന്നു കേട്ടോ ഓഫാക്കാൻ. വെച്ച വെള്ളം വറ്റി 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 ഇങ്ങോട്ട് പാത്രത്തിലത്തെ വെള്ളം മുഴുവനോനും വറ്റിക്കണം. എന്നിട്ട് ഇങ്ങനെ തിജിൻ്റെ കളറുണ്ടല്ലോ, ചോന്ത കളറായി പാത്രം ഇങ്ങനെ നിൽക്കണുണ്ട്. അപ്പോൾ ഒരട്ടം നമ്മൾ വന്ന് നോക്കിട്ടോ, എത്തപ്പം ഇങ്ങനെ മണക്കണേ എഴുതിക്കാണ്ട്. അപ്പോൾ വന്ന് നോക്കുമ്പോൾ ഞങ്ങളെ ഒന്നും കാണാനൊന്നുമില്ല ഗ്യാസുമ്മ. അപ്പോൾ ഇപ്പുറത്തൊരു ചട്ടി ഉണ്ടേനി, ഞാൻ അപ്പുറത്താണ് വെച്ചിനത്. അപ്പോൾ കണ്ടതുമില്ല. വന്ന് പാളി നോക്കിയപ്പോൾ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാണ് പിന്നെ ഇതിങ്ങനെ വാസനിച്ചപ്പോൾ ഒന്ന് ഞാൻ വന്ന് നോക്കിയപ്പോഴാണല്ലോ ചായപാത്രം ആകെ അങ്ങോട്ട് തിജിൻ്റെ കളറായിക്കണ്. എന്നിട്ട് ചോന്ത കളറായിട്ട് ഓഫാക്കി. ഏതായാലും നല്ലൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു അറിയാലോ. ഏതായാലും അങ്ങനെ ഗ്യാസുമ്മലൊക്കെ ഉണ്ടെങ്കിൽ ചായക്കൊക്കെ വെള്ളം വെക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെള്ളം വെച്ച് പോവുകയൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം ശ്രദ്ധിച്ചോളണ്ടി. നമ്മളേതായാലും ഇപ്രാവശ്യം കഴിച്ചിലായിക്കണം. അങ്ങനെ പടച്ചോൻ കാക്കട്ടെ എല്ലാവരും. അങ്ങനെ ഏതായാലും പറച്ചിലിൻ്റെ അടിയിൽ നമ്മൾ അരി അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിക്കൊരു തുള്ളി തേങ്ങയും പിന്നെ കുറച്ച് വറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വറ്റിട്ട് കൊടുത്താൽ നമ്മളെ പിന്നെ ഓട്ടട ഉണ്ടല്ലോ ഒരു നല്ലൊരു ഉറപ്പില്ലാതെ ഒരു നല്ലൊരു കുഴവായിട്ട് കിട്ടും. തേങ്ങ ഇട്ടാൽ അതിൻ്റെ രസം വേറെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അരിയൊക്കെ അരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അപ്പോഴത്തേന് നമ്മൾ അരിഞ്ഞ് വരുമ്പോഴത്തേന് നമുക്ക് ചട്ടി അടുപ്പത്തൊക്കെ കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് നല്ലോണം ചൂടാണ് ചട്ടി, എന്നെങ്കിലേ ഓട്ടട നന്നാവുള്ളൂ. അപ്പോൾ നമ്മൾ വിറകും ഓലക്കോടിയും ഒക്കെ വെച്ചിട്ട് തിജൊന്ന് കത്തിച്ചിക്കണം കേട്ടോ. ഇനി നല്ലോണം ഒന്ന് കത്തി വന്നിട്ട് നമുക്ക് ഇതാക്കണം. നമ്മളെ ഓട്ടടച്ചട്ടി ഉണ്ടല്ലോ വെച്ച് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഓട്ടട ഞാൻ പറഞ്ഞില്ലേ നല്ലോണം തിജ് കത്തിയെങ്കിൽ സാറാകുള്ളൂ, പൊള്ളച്ചിങ്ങോട്ട് വരുള്ളൂ. അപ്പോൾ നമ്മളെ ചായക്ക് വെച്ച വെള്ളമൊക്കെ തിളച്ചിക്കണം കേട്ടോ. പിന്നെ അതിക്ക് ഞാൻ ചായപ്പൊടിയും പഞ്ചാര ഇട്ട് കൊടുക്കുകയാണ്. അപ്പുറത്തത്തെ അടുപ്പുണ്ടല്ലേ, ആ വലിയ അടുപ്പിലാണ് ഞാൻ വെള്ളം വെച്ച് പോയിനിയത് ചായക്ക്. ആ അടുപ്പ് തന്നെ ആയാൽ തന്നെ ആകെ ഒരു ഗ്ലാസ് വെള്ളമാണ് വെച്ചത്. എത്ര കാലം നേരാന്നറിയാം. വല്ലാത്തൊരു പൊറുതിയേട് പിന്നെ മനസ്സ് കിട്ടും. ഗ്യാസും കഴിഞ്ഞ് അത്രയും ഗ്യാസ് പോവുകയല്ലേ. പിന്നെ ഒരപകടത്തിൽ നിന്നുണ്ട് രക്ഷപ്പെട്ടും ചെയ്ത്. അൽഹംദുലില്ലാ 100 വട്ടം നമ്മൾ പഠിച്ചോനെ സ്തുതിച്ചിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ എന്താട്ടിന്നറിയാം, ചായക്ക് പൊടിയിട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഓട്ടടയ്ക്ക് ഉണ്ടല്ലോ അതിക്ക് കുറച്ച് ചൂടുവെള്ളം പാരണ്ടീനി. അപ്പോൾ അത് ഞാൻ മറന്ന്. അപ്പോൾ പിന്നെ ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഈ ചായക്കച്ച വെള്ളം ഉണ്ടാവുമല്ലോ അതിന് തുള്ളിയാണ് മുക്കലാണ്. ഇന്നിപ്പോൾ മറന്നുകാണ്ട് അതിക്കൊന്നായിട്ടാണ് ചായപ്പൊടി ചായപ്പൊടി ഇട്ട വെള്ളം പിന്നെ നമ്മൾ അതിക്ക് പാരാൻ പറ്റൂലല്ലോ. പിന്നെ നമ്മൾ ഓട്ടട ചോന്ത കളറേക്കാരം. അങ്ങനെ ഞാൻ വെള്ളം ഒന്നും ചൂടായി വന്നപ്പോൾ ഞാൻ അതിക്കുണ്ടല്ലോ പാരാനാണ് കേട്ടോ. അപ്പം ഓട്ടടയ്ക്ക് ഒരു തുള്ളി നല്ല തിളച്ച വെള്ളം വേണ്ട, ഒന്നിങ്ങോട്ട് ചൂടായാൽ മതി കേട്ടോ വെള്ളം. ആ വെള്ളം പാർന്നു കൊടുത്താലും ഓട്ടടക്ക് നല്ലതാണ് കേട്ടോ. അത് നമ്മൾ അയലോക്കത്തെ താത്ത പറഞ്ഞതാണ് കുറച്ച് ചൂടുവെള്ളം പാർന്നു കൊടുത്താൽ മതി.
പിന്നെ നമ്മൾ ഓട്ടടൻ്റെ മാവുണ്ടല്ലോ പറ്റ അങ്ങോട്ട് ലൂസാകാൻ പറ്റൂല കേട്ടോ. ലൂസായി കഴിഞ്ഞാൽ പിന്നെ ഓട്ടട നന്നാവില്ല. പിന്നെ നമുക്കത് അപ്പാക്കാനേ പറ്റുള്ളൂ, നമ്മൾ ചീയപ്പേ അതിനാ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ പാരുമ്പോൾ ശ്രദ്ധിച്ച് പാർന്ന് നോക്കണം, എന്നെങ്കിലേ ഓട്ടട നന്നാവുള്ളൂ. അങ്ങനെ നമ്മളെ ഗ്യാസല്ല മിക്സി ഉണ്ടല്ലോ, വെള്ളം പാർന്ന് കണ്ടൊക്കെ ഒന്ന് കുലുക്കിയിട്ട് എടുത്തുക്കണം കേട്ടോ. ഒരു തുള്ളി നമ്മൾ കളയാൻ പറ്റൂല, അരി ആയാലും ചോറായാലും ഒക്കെ. പിന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തുക്കണ്. അപ്പോൾ ഇന്ന് തേങ്ങ അങ്ങനെ ഇട്ട് കൊടുക്കണമൊന്നുമില്ല കേട്ടോ, അത് അരച്ചിക്ക് തന്നെയാണ്. കടലച്ചാറുണ്ടല്ലോ, അപ്പോൾ പിന്നെ അത് മതി. അങ്ങനെ നമ്മളെ ചട്ടി നല്ല ഉസാറായിട്ട് ചൂടായി വന്നിക്കണേ. അങ്ങനെ നമ്മൾ ഒരു കയ്യിലും പിന്നെ ഒരു തുള്ളിയും പാർന്ന് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇച്ചാണെങ്കിൽ ഓട്ടട കുറച്ച് വലിപ്പം വേണം. അപ്പോൾ അങ്ങനെ ഞാനിതാക്കണേ മാവൊക്കെ പാർന്ന് വെച്ചിക്കണേ. ഇനി ഇങ്ങനെ ഒരു തുളങ്ങനെ വരാൻ വേണ്ടി കാത്തിക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ അവിടെ അടച്ച് വെച്ചിക്കണേ. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതാക്കണേ നമ്മളെ ഓട്ടട കണ്ടങ്ങൾ നല്ല അടിപൊളിയായിട്ട് നല്ല പൊള്ളച്ചും കെട്ട് വന്നിക്കണം കേട്ടോ. അതാണ് മാവ് നന്നായാൽ അപ്പം നന്നാവും, അല്ലെങ്കിൽ ഇന്നലത്തെ മരിയിക്കാരം. അപ്പോൾ കണ്ടോ ഓട്ടട നല്ല അടിപൊളിയായിട്ട് പൊള്ളച്ച് വന്നിക്കണം കേട്ടോ. സൂപ്പർ ഓട്ടട ആയിക്കണേ. ഇതിങ്ങനെ തന്നെ തിന്നാൻ രസമാണ്. ആ തേങ്ങയും കൂടി അരച്ചുകൊണ്ടേ ആ തേങ്ങ ഇങ്ങനെ തേങ്ങൻ്റെ ഒരു ചൊയ ഒരു പ്രത്യേക രസമാണല്ലോ. അങ്ങനെ നമ്മളതാ കടലയും വെന്തിക്കണം കേട്ടോ. അതിൽ പിന്നെ ഞാൻ എന്താട്ടിന്നറിയോ, കടല ചാറ് പഞ്ഞ് ഒരു തുള്ളി അതിക്ക് നമ്മൾ ഓട്ടടയ്ക്ക് എടുത്ത തേങ്ങ ഉണ്ടേനി. അപ്പോൾ ഞാൻ ആദ്യം തേങ്ങ അരക്കണില്ല എന്നാണ് വിചാരിച്ചിനി. അതിൽ പിന്നെ ഇനിയിപ്പോൾ ചാറുണ്ടാവില്ല എഴുതി കൊണ്ട് കുറച്ച് തേങ്ങയും കുറച്ച് കടലയും പാടെ അരച്ച് പാർന്നിക്കണം കേട്ടോ. എന്നെങ്കിലേ ഇപ്പോൾ ചാറ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടാവില്ല. ആദ്യം ഇപ്പോൾ ഞാൻ അരക്കണില്ല വിചാരിച്ചതാണ്. അങ്ങനെ നമ്മൾ ആ മിക്സിൻ്റെ ജാറൊക്കെ ഒന്ന് ചുഴറ്റി പാർന്നിക്കണേ. പിന്നെ നമ്മൾ ചാറ് തൂമിച്ചാൽ ഉള്ളി അടുപ്പത്ത് വെച്ചിനി, പിന്നെ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിക്കണ്. പിന്നെ നമ്മൾ ഉള്ളി മൂത്തിട്ട് അതിക്ക് പാർന്ന് കൊടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ അരച്ച് പാർന്നിട്ട് പിന്നെ നമ്മൾ തിച്ചിട്ടില്ലല്ലോ, അതൊന്ന് തിളക്കണ്ടേ. അപ്പോൾ അതിനും വേണ്ടി തിജ്ജൊന്ന് കത്തിച്ചിക്കണം കേട്ടോ. ഇനി നമ്മൾ ഉള്ളി ഒന്ന് മൂക്കട്ടെ, എന്നിട്ട് നമുക്ക് അത് ചാറ്റിക്കാണ് പാർന്ന് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഇതാക്കണേ നമ്മൾ ചാറ്റിക്ക് പാരാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ കമൻ്റ് ഉണ്ടേനി എത്ര കുട്ടികളാണ്. 3 കുട്ടികളാണ്, 2 ആണും 1 പെണ്ണുമാണ്. വലിയ കുട്ടി +2 കഴിഞ്ഞു, രണ്ടാമത്തത് 6ൽ, മൂന്നാമത്തത് 4ലാണ് കേട്ടോ. പിന്നെ നമ്മളെ പുതിയാപ്പിള കാക്കാക്ക് എത്താ പണിയെന്ന് ചോദിച്ചിനി. നമ്മളെ പുതിയാപ്പിള കാക്ക ഫ്ലിപ്കാർട്ടിൻ്റെ ഡെലിവറി ചെയ്യണ പണിയേനി കേട്ടോ. അങ്ങനെ നമ്മളെ ഓട്ടടയൊക്കെ ചുട്ട് കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഇതാക്കണം, ഇത് ലാസ്റ്റത്തെ ഓട്ടടയാണ്. അങ്ങനെ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ചോറ്റിന് വെള്ളം വെക്കണം. അപ്പോൾ നമ്മൾ ജീനുവിന് കടയിലേക്ക് പോകണം. അപ്പോൾ ഓന് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ അതിന് ചോറ് നേരത്തെ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാക്കണേ ചോറ്റിന് വെള്ളം വെച്ചിക്കണേ. പിന്നെ ചോറും കൂട്ടാനും അടിച്ചലും തുടക്കലും പാത്രം മോറലും കുട്ടികളെ പറഞ്ഞേക്കലും കഴിഞ്ഞിട്ട് വേണം ഞമ്മക്ക്. ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോകണുണ്ടേനി കേട്ടോ. എവിടേക്കാ വെച്ചാൽ ഇവിടുത്തെ അമ്മാൻ്റെ അനുസത്തിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സനൂനും മിന്നുട്ടിക്കും മദ്രസക്ക് പോകണമല്ലോ. അപ്പോൾ ഓല വിളിച്ചുണർത്തിയിട്ട് പല്ലൊക്കെ തേച്ച് ഓൽക്ക് 2 ചായ കൊടുക്കുകയാണ് കേട്ടോ. 2 ചാറ് പാർന്നിക്കണേ. നമ്മളെ മിന്നുട്ടിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ പഞ്ചാര മതിയായിരുന്നു. ഇന്ന് പഞ്ചാര ഇടൂല, ആണെങ്കിൽ ചാറും കൂട്ടി തിന്നോന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ഓക്ക് പാർന്നിക്കണം കേട്ടോ. ചാറും ചായയും 2 വെച്ച് കൊടുത്തിക്കണം. ഇനി പോലെ അങ്ങനെ കുടിച്ചട്ടെ. പിന്നെ ഇപ്പം ഇന്നലത്തെ കമൻറ്റ് പറഞ്ഞ് ചാറ് എന്തിനാ പറയണത്, കറി എന്ന് പറഞ്ഞൂടെ. ഒരട്ടം കറി എന്ന് പറഞ്ഞാൽ പോരല്ലോ, പിന്നെയും കറി എന്ന് പറയാൻ നമുക്ക് പറയാൻ കിട്ടൂല. അപ്പോൾ ഈ ചാറ് തന്നെ തൊള്ളിയിൽ വരുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ ഈ ചാറന്നെ ആക്കിയത് കേട്ടോ. ഒരട്ടം ചാറ് കാരണം നമ്മൾ ശുദ്ധ മലയാളം പറയും. പിന്നെ നമ്മൾ പഠിച്ച പാടല്ലേ പറയാൻ പറ്റുള്ളൂ. ഈ ചാറെന്ന് തൊള്ളിയിൽ അങ്ങനെ വന്ന് ഇപ്പോൾ ചാറന്നെ ആവും. അപ്പോൾ പിന്നെ നമ്മൾ കറി എന്ന് പറഞ്ഞാൽ ഒരു തുടിയിൽ കറിയും പിന്നെ നമ്മൾ ചാറും പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ പിന്നെ ചാറ് തന്നെ ആക്കിയതാണ് കേട്ടോ.
അപ്പം അങ്ങനെ നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്തിക്കണേ. ഞാൻ ഇത് വേകട്ടെ. അപ്പോൾ അതാക്കണേ സനുവും മിന്നുട്ടിയും മദ്രസക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഓല് രണ്ടാളും പോയി. ഇനി നമുക്ക് കുറച്ച് കോഴി ഉണ്ടായിന്, ഇന്നലെ എടുത്തുവെച്ച ബാക്കിയുണ്ടല്ലോ. ഇന്നലെ നമ്മളൊക്കെ വെച്ചിട്ടില്ലല്ലോ, കുറച്ച് എടുത്തുവെച്ചില്ലേ, അത് വെക്കണം. പിന്നെ സാനൂട്ടനും മിന്നുട്ടിക്കും കൊടുത്ത അപ്പാണത്, അത് ബാക്കിയാണ്. അത് ഇനി നമ്മൾ തിന്നണം. അപ്പോൾ അതാക്കണേ നമ്മളെ ചോറ്റിൻ്റെ വെള്ളം ഇങ്ങനെ തിളച്ച് അടുപ്പിക്ക് ചിന്തല തുടങ്ങിയിരിക്കണ്. അപ്പോൾ ഒരു തുള്ളി വെള്ളം മുക്കി പറഞ്ഞാണ് കേട്ടോ ഞാൻ, അല്ലെങ്കിൽ തിജ്ജാകെ കെട്ടാറും തിളച്ചിന്തിയാലേ. പിന്നെ കോഴിയിൽ ഞാൻ കുറച്ച് വെള്ളം പാർന്നിടുന്നുണ്ട് കേട്ടോ. അതൊന്ന് ഐസും കട്ടയാണ്. അപ്പോൾ ഒന്ന് ഉരുകട്ടെ. അത് ഉരുകുമ്പോഴത്തേന് നമുക്ക് ചോറ് വേഗം വേണം. അപ്പോഴത്തേന് നമുക്ക് എന്താട്ടാ മിറ്റം പോയി അടിച്ചു വരാം. മഴ ആയതുകൊണ്ട് നേരം വെളുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ മഴ ആകുമ്പോൾ മിറ്റടിച്ചു വരാൻ കൂടലില്ല. അപ്പോൾ ഏതായാലും ഇപ്പം ഇന്ന് മഴക്കൊരു തക്കം കിട്ടിയിരിക്കണം. അപ്പോൾ നമ്മൾ വേഗം എന്താട്ടി ചൂലെടുത്ത് മിറ്റത്തേക്ക് ഇറങ്ങിയിരിക്കണം കേട്ടോ. 10 മണിയായി കഴിഞ്ഞാൽ ചിലപ്പോൾ ചൂലും കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മിറ്റത്താണ് അടിച്ചു വരല് തുടങ്ങുമ്പോഴത്തേന് റോട്ടിൽ കൂടെ ആരെങ്കിലും പോവുകയാണെങ്കിൽ ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴാണ് നേരം വെളുക്കണേ. അപ്പോൾ പിന്നെ അതിലേറെ നല്ല ചോദ്യം കേൾക്കാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞാൻ മിറ്റടിച്ചു വരലില്ല കേട്ടോ. നേരം വൈകിയാൽ പറയണോ സത്യം തന്നെയല്ലേ. നേരം 10 മണി വരെ നോക്കി നിന്നാണ്ട് മഴ കൊണ്ടാണ് നമ്മൾ മിറ്റടിച്ചു വരാത്തത്. അപ്പോൾ പിന്നെ ഞാൻ അതുകൊണ്ട് മിറ്റടിച്ചു വരലില്ല. പിന്നെ നോക്കാൻ നിങ്ങൾ നമ്മൾ ഈ വജ്ജക്ക് ഇറങ്ങണോടത്തുണ്ടല്ലോ പെരും വൗക്കലാണ്. അപ്പം നമ്മളെന്താട്ടെന്നറിയോ, കുറച്ച് ഇത്തളുണ്ടായിനി, അതാണ്ട് ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ മക്കളൊക്കെ പോണ വജ്ജല്ലേ, മക്കളും പിന്നെ എല്ലാവരും മേലെയും രണ്ട് പെരക്കാരുണ്ട്, ഓലൊക്കെ അങ്ങോട്ട് പോകണതാണ്. അപ്പോൾ അവിടുത്തെ മേലത്തെ ഒരു കാക്കാക്ക് സുഖമില്ലാത്ത കാക്കയാണ്. അപ്പോൾ അതൊക്കെ വണ്ടിമ്മ പോണതാണ്. അപ്പോൾ ഒക്കെ വൗക്കണുമ്പോൾ ഒക്കെ നമുക്ക് വല്ലാത്തൊരു ഇതാണ്, അഥവാ വൗക്കി വീണാലോ. അപ്പോൾ പിന്നെ നമ്മളെന്താട്ടി കുറച്ച് ഇത്തളിട്ട് കണ്ട് നല്ലോണം ഒന്ന് അടിച്ചിടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത്തളിട്ട് കഴിഞ്ഞാൽ പിന്നെ മഴ ചെയ്യാൻ പാടില്ല. മഴ പെയ്ഞ്ഞാലാണ് അത് പിന്നെ മഴ ചുമന്നായിട്ട് ഒലിച്ചു പോയിക്കോളും. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാ മഴയൊന്നും പെയ്തില്ല കേട്ടോ. പിറ്റേന്നാണ് മഴ പെയ്തത്. അങ്ങനെ നമ്മൾ എന്താട്ടി അതൊക്കെ ഇട്ട് വന്നപ്പോഴത്തേന് നമ്മളെ ചോറ് വന്നിക്കണം കേട്ടോ. അതിൽ പിന്നെ നമ്മൾ ചോറ് ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ പിറ്റേന്ന് പറഞ്ഞാൽ ഇന്നാണ് കേട്ടോ മഴ ചെയ്തത്. അതുകൊണ്ട് ആ ഇത്ര ഇട്ടിട്ടേ അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇന്നലെ എന്ന് പറഞ്ഞപ്പോൾ ഇതെന്താണ്, ഈ വീഡിയോ ഇന്നലെ ഞാനെടുത്ത വീഡിയോ ആണ്. അങ്ങനെയാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യൽ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഞാൻ നാളെ ഇടും, അങ്ങനെയാണ്. അപ്പോൾ ഇന്നലെ ഇത്തിളിട്ടു, അപ്പോൾ ഇന്ന് മഴ ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാക്കണ ചോറ് ഊറ്റണുണ്ട്. പിന്നെ നമ്മൾ കോഴി വെക്കാൻ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ജിനുവിന് കൊണ്ടുപോകണം, അതുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ കാലത്തെ ചോറും കൂട്ടാനും ആക്കണത്. അപ്പോൾ ചോറ് ഊറ്റി വെക്കണുണ്ട്. പിന്നെ ഞാൻ ചായ അടിച്ചണം. പിന്നെ നമ്മളെ പുതിയാപ്പിള കാക്കാക്കും വേണം ചായ കൊടുക്കാം. ഏതായാലും 2 എണ്ണം ഇട്ട് 3 എണ്ണം ഇട്ടപ്പോൾ ചിലപ്പോൾ ഞാൻ കൊണ്ട് ചെന്നാൽ ചിലപ്പോൾ ആട്ടി വിടും. 2 എണ്ണം പോരെ ഇറങ്ങാണ്ട്. അതിൽ പിന്നെ ഒന്ന് അയക്കന്നെ വെച്ചതാണ്, വേണമെങ്കിൽ കൊടുക്കാൻ എത്തിയിട്ട്. അങ്ങനെ നമ്മൾ മൂപ്പരാക്കാക്ക് ചായ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാക്കണ് ചായ കൊടുത്ത് പിന്നെ ഞാൻ കുറച്ച് എണ്ണയൊക്കെ പാർന്ന് വല്ലുള്ളി ഇട്ട് വാട്ടണുണ്ട് കേട്ടോ. അപ്പം ഇന്ന് വേറെ ചാറൊന്നുമില്ല, ഈ ഒരു ചാറ് മാത്രമേ വെക്കണുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ എണ്ണ ചൂടായപ്പം അങ്ങനെ ഉള്ളിട്ട് കൊടുത്താണ്. അങ്ങനെ അതാക്കണ് നമ്മൾ ചായ ഉണ്ടായി കൊടുത്തു കേട്ടോ. ആദ്യം കടിയാണ് കൊണ്ടുപോയി കൊടുത്തത്, പിന്നെ ചായ ഉണ്ടായി കൊടുത്തു. പിന്നെ ഞാനും ചായ അടിച്ചാണ്. ഉള്ളി ചട്ടിയിലുണ്ടല്ലോ, അതൊന്ന് മൂത്ത് വരുമ്പോൾ വേണം, അപ്പോഴത്തേന് നമുക്ക് ചായ അടിച്ചാൽ. അപ്പം ഞാൻ എന്താട്ടി മക്കൾ കുഴച്ചിട്ടുണ്ടല്ലോ, അത് ഇനിയിപ്പോൾ മദ്രസ ഇട്ടെന്നാൽ ഓൽക്ക് കൊടുത്താൽ ഓൽക്ക് പറ്റൂല. അപ്പോൾ പിന്നെ ഞാൻ അതിന് കളയേണ്ട എഴുതിയിട്ട് ഞാൻ എടുത്തിക്കണം കേട്ടോ. വേറെ ഓട്ടോടൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഓലെ 2 ആളി ആ ഓട്ടോടെ പിച്ചി ചാറ് അറിഞ്ഞ് ഞാനും തിന്നിക്കണം കേട്ടോ. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നമ്മളെ ഉള്ളിയൊക്കെ ഒന്ന് വാടി കിട്ടിയിരിക്കണേ. അപ്പോൾ അതിക്ക് തക്കാളി ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്ത് നല്ലോണം വാടട്ടെ. അത് വാടി വരുമ്പോഴത്തേന് നമുക്ക് എന്താട്ടണം, നമുക്ക് മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം. പാത്രങ്ങൾ ഇഷ്ടം പോലെ മോറാണ്ട്. അപ്പോൾ എല്ലാ പണിയാണ് കജ്ജട്ടെ, എന്നിട്ടേ നമ്മൾ പാത്രം മോറണുള്ളൂ കേട്ടോ.
അല്ലെങ്കിൽ പിന്നെ ഉണ്ടാവും അവിടുന്ന് ഇവിടുന്നൊക്കെ നുള്ളി പൊറുക്കിക്കാണ്ട് മോറാൻ. അപ്പോൾ ഒരൊറ്റടിക്കാണ്ട് മോറാം. പിന്നെ നമ്മൾ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും പിന്നെ കുറച്ച് പെരിഞ്ചീരകവും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചതച്ചതും ഒക്കെ ഇട്ട് കൊടുത്തുകാണ്ട് നല്ലോണം ഇളക്കിയിട്ട് ഒരു തുള്ളി വെള്ളം പാർന്നിട്ട് നമുക്ക് നമ്മളെ കോഴിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അത് നല്ലോണം കടന്ന് വേകട്ടെ. അപ്പോൾ ഒന്ന് കുറച്ച് വെള്ളം ഉണ്ടായിക്കോട്ടെ. കാരണം എന്നിപ്പോൾ ഞാൻ വേറൊരു ചാറൊന്നും ഉണ്ടാക്കണില്ല, ഈ ഒരൊറ്റ ചാറ് മതി. വേറൊരു ചാറ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മക്കൾക്കൊക്കെ ഇതും കൂട്ടിക്കാണ്ട് അങ്ങനെ തിന്നും ചോറ്. പിന്നെ ഞാൻ ആ ചാറ് കൊണ്ടുപോയി കളയേണ്ടി വരും. എത്ര എല്ലി കണ്ടാൽ ഞാൻ ഒറ്റക്ക് കൂട്ടണത്. അപ്പോൾ പിന്നെ വേറെ ചാറൊന്നുമില്ല, ആ ഒരു ചാറ് തന്നെ ഉള്ളൂ. അങ്ങനെ നമ്മൾ ചാറൊക്കെ അടുപ്പത്തിട്ട് എല്ലാ പാത്രം നുള്ളി പൊറുക്കി കൊടുന്ന് കണ്ടൊക്കെ മൂറി വെക്കാണ് കേട്ടോ. അങ്ങനെ പാത്രം മൂറി വന്നപ്പോഴത്തേന് നമ്മളെ കോഴിയൊക്കെ ഇതാക്കണ് ഏകദേശം വെന്ത് തുടങ്ങിയിരിക്കണ്. വെന്ത് തുടങ്ങുമ്പോൾ നമ്മളെന്താട്ടും കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിക്കണ്. അവിടെയും ഇവിടെയൊക്കെ ആയിക്കോട്ടെ, കോഴി മസാലയല്ലേ, അതൊന്ന് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ അങ്ങോട്ട് ആകണം. അങ്ങനെ നമ്മൾ ചാറ് വാങ്ങി വെച്ചിക്കണേ. ഇനി തന്നെ ചോറുണ്ടല്ലോ വെള്ളം വറ്റിച്ചാൻ വേണ്ടി വെച്ചിക്കണം കേട്ടോ. പിന്നെ ഇനി അടുപ്പത്തൊരു പണിയില്ല, നമ്മളിനി വീതനം ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ അതിന് ജിനുവിന് പോകാനായി. ഓന് ഞാൻ ചോറാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഉമ്മ ചോറാക്കി തരികയായിരുന്നിക്കണേ. അപ്പോൾ നമ്മളതിൽ ഒരു 9 ബസ് പോകും. അപ്പോൾ അതിന് ആണോ പോകൽ, നേരിട്ട് നിലമ്പൂർക്കാണ്. അപ്പോൾ അതിന് ചോറാകണം. അങ്ങനെ ഓന് ഇതാക്കണ ഞാൻ ചോറാക്കിക്കണം കേട്ടോ. ചോറും പിന്നെ 3-4 കോഴിക്കാണ്ടൊക്കെ ഇട്ടിക്കണേ. ഞാൻ അങ്ങനെ വെച്ചോളൂ. ചാറ് നല്ലോണം എന്നെങ്കിലേ ഓൽക്കൊക്കെ തൃപ്പതിയാകുള്ളൂ. ചാറ് കുറച്ച് കുറഞ്ഞാൽ പറയും എത്താൻ വന്ന് ചാറന്നെ പറഞ്ഞില്ല, ഞാനവിടെ ഒപ്പിച്ച് കിണറി. അപ്പോൾ കുറച്ച് തോനെ ചാറന്നെ പറഞ്ഞിക്കണേ. അങ്ങനെ ഓൻ്റെതൊക്കെ ബാഗിലാക്കി ഓനെ ഞാൻ പറഞ്ഞയച്ചിക്കണം കേട്ടോ. പിന്നെ ഇതാക്കണേ മിന്നുട്ടിയൊക്കെ മദ്രസ ഇട്ടെന്ന് കണ്ട് നോക്കാൻ നിങ്ങൾ ഒരു ഓട്ടോറിൻ്റെതാണ്, അതൊക്കെ എലി കാരണന്മാരി കാർന്ന് കണ്ട് അവിടെ ഇട്ടേക്കണം കേട്ടോ. ഓക്കുണ്ടല്ലോ ഈ ഓട്ടോടെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ മാത്രമേ എടുക്കുള്ളൂ, ബാക്കിയൊക്കെ ആ പമ്പറന്നോള് തിന്നൂല. അതിനങ്ങനെ ഒരു സ്വഭാവമാണ്. എന്നിട്ട് പിന്നെ എലി കാർന്ന മാതിരി ഇങ്ങനെ ഇട്ടിക്കണം, അതിൻ്റെ ഉള്ളിലത്തെ മാത്രം ഇങ്ങോട്ട് കാർന്ന് തിന്ന് കണ്ട്. പിന്നെ നമ്മൾ ആ കടിച്ചോരി തുടക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തുടച്ചു. പിന്നെ നമ്മൾ മിന്നുട്ടി സാധനമൊക്കെ സ്കൂൾക്കൊക്കെ പോയിട്ടോ. പിന്നെ നമ്മൾ ഇതാ കുഞ്ഞാമാൻ്റെ കൂടെ പോയിനി. കുഞ്ഞാമാൻ്റെ പോയ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ കുഞ്ഞാമാൻ്റെ നിന്ന് പോന്നപ്പം ഇവിടുത്തെ ഉമ്മാൻ്റെ അഞ്ചത്തിൻ്റെ അടുത്തേക്കാണ് പോയിനി കേട്ടോ. അപ്പോൾ കുഞ്ഞാമ്മ കുറച്ച് വൈതലങ്ങ തന്നീനി. അപ്പോൾ മാണോ ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം മാണ്ടാന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്നാൽ കൊണ്ടേക്ക് പറഞ്ഞപ്പോൾ പിന്നെ മാണ്ടാന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. ഒരു മനുഷ്യനൊരു സാധനം തരുമ്പോൾ മാണ്ട പറഞ്ഞാണ്ട് നമ്മൾ തട്ടി ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഞാനത് കൊണ്ടുപോന്നിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാക്കണേ അത് നുറുക്കിയിട്ട് കൂട്ടാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞാമ്മ പെരിയിലുണ്ടാക്കിയതാണത്. അപ്പോൾ നല്ലതാണ്, വളമയൊന്നും അല്ല മരുന്നടിച്ചാത്ത ആണല്ലോ. അപ്പോൾ നല്ലതാണ്. അപ്പോൾ നമ്മൾ എന്നും തൂമിച്ച് കാണ്ടാണ് നമ്മൾ വൈതലങ്ങാക്കൽ. ഇന്നിപ്പം നമ്മൾ ഇതാക്കണേ കടുകിട്ട് കാണ്ട് വൈതലങ്ങ വെച്ചാൽ എങ്ങനെ ഉണ്ട് നോക്കായിരുതി. ഇതുവരെയും കടുകിട്ട് വെച്ചിട്ടില്ലേ കേട്ടോ. അപ്പം ഇന്ന് കടുകും പച്ചമുളകും കരിയേപ്പിൻ്റെ ഇലയൊക്കെ തൂമിച്ചിട്ട് നമ്മളെ വൈതലങ്ങായി കിട്ടണം കേട്ടോ. സംഭവം സൂപ്പർ ഇനി, കാരണം നാടനല്ലേ, നമ്മളെ പെരിയിലുണ്ടാക്കിയതല്ലേ, അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി വൈതലങ്ങ ഇനി കേട്ടോ. അങ്ങനെ നമ്മൾ വൈതലങ്ങ കൂട്ടാനും വെച്ചു, കോഴിക്കറി ഉണ്ടാക്കി, പിന്നെ നമ്മൾ ചോറ് വെച്ചാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ചാറൊക്കെ പറന്ന് ചോറ് വെച്ചാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോ കൂട്ടക്കാർക്കും കുടുംബക്കാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പം നമ്മൾ ഇനി പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരണ്ട്. അപ്പോഴും നാളെ ഇപ്പോൾ ഈ ചോറും കൂട്ടാനും വെക്കണം തന്നെയാക്കാരം കേട്ടോ, വേറൊരു വീഡിയോ ഒന്നുമല്ല ഇൻഷാ അല്ലാ. അപ്പം നമ്മൾ നാളെ വരാം. അപ്പം പറഞ്ഞേ മറക്കണ്ട കേട്ടോ, സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ. അപ്പം നമ്മൾ നിർത്താം കേട്ടോ. അപ്പം എല്ലാവരോടും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.